ഇത് നമ്മുടെ ടോപ്പിക്ക് വാട്ട് മിറക്കിൾ കമ്മിങ് ടുവാർഡ്സ് യു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് മിറക്കിളാണ് വരാൻ പോകുന്നത്, എന്ത് സർപ്രൈസ് ആണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. ജനറൽലെസ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ ഇത് വാലിഡ് ആയിരിക്കുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെക്കഗ്നേറ്റ് ആവണം എന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ടൈമാണ്. യെസ്, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുന്നൊരു ടൈമാണ്. നിങ്ങൾക്ക് ലോസ് ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണിത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കിടക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. യെസ്, റീച്ചിങ് കൺഫ്യൂഷൻസ്. നിങ്ങളുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുന്നുണ്ട്, വ്യക്തികളുമായിട്ട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ തന്നെ സഫർ ചെയ്യുന്നുണ്ടാവാം എന്നാണ് ഇവിടെ കാണുന്നത്. ബട്ട് ആ ഒരു സിറ്റുവേഷനിലാണ് ഒരു കൺക്ലൂഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഒരുപാട് റെയിൻബോ സൈൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഏഞ്ചൽ സൈൻസ് ആയിരിക്കാം, നിങ്ങൾ ബട്ടർഫ്ലൈ സൈൻസ് ആയിരിക്കാം, ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം. ഇതുപോലുള്ള ഏഞ്ചൽ സൈൻസ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ സൈൻസ് ഒക്കെ നിങ്ങൾ യൂണിവേഴ്സലായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള സൈൻസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള സൈൻസിൻ്റെയൊക്കെ ഒരു ഫലമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം തന്നെയാണ്. ഓക്കെ, യെസ്, അൺകണ്ടീഷണൽ ലവ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ആ ഒരു മിറക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണോ, അതായത് നിങ്ങൾക്ക് അൺകണ്ടീഷൻസ് ഒന്നുമില്ലാതെ ആത്മാർത്ഥമായി ആഴമേറിയ സ്നേഹമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, നിങ്ങളെ ആത്മാർത്ഥമായി അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായി കണ്ടിരുന്ന ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു അനന്തരഫലം എന്ന് പറയുന്നത്. യെസ്, ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ രണ്ടു പേർക്കും ഒരുപാട് ജീവിത പാഠങ്ങൾ നൽകിയിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നൽകിയിട്ടുണ്ടാവാം. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ, ഈ സെപ്പറേഷനിലാണ് നിങ്ങളുടെ വാല്യൂസ്, പരസ്പരമുള്ള വാല്യൂസ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ടൈമായിരിക്കാം. ഈ ഒരു ടൈമിൽ അവർ മനസ്സിലാക്കിയിരിക്കാം അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിരുന്നതും, അല്ലെങ്കിൽ സപ്പോർട്ട് തന്നിട്ടുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് നിങ്ങൾ തന്നെയാണ് എന്ന് ചിലപ്പോൾ അവർക്ക് റിയലൈസ് ചെയ്യാനുള്ള ഒരു ടൈമായിരിക്കാം ഇത് എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ റിയലൈസ് ചെയ്യാൻ കിട്ടുന്ന, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സായിട്ട് കൊടുത്ത ഒരു സെപ്പറേഷൻ പോലെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. യെസ്, തീർച്ചയായിട്ടും അവാക്കനിങ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേർക്കും, എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണ്, അതായത് നിങ്ങളെക്കാളുപരി നിങ്ങളുടെ പേഴ്സണ് തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു അവസരമാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ്. വ്യക്തിക്ക്, മെയിൽ ഓർ ഫീമെയിൽ, ആ ഒരു വ്യക്തിക്ക് ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാകുകയാണ്. നിങ്ങളായിരുന്നു അവരുടെ ഹീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ എല്ലാം എന്ന് റിയലൈസ് ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു അവസരമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹം ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി നമ്മൾ ഫ്യൂച്ചർ കാർഡ്സ് നോക്കുകയാണെങ്കിൽ അതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ, അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടിയിട്ടുള്ള ഒരുപാട് എഫേർട്ട് എടുക്കണമെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു, ഈ ഒരു ടൈമിൽ മനസ്സിലാക്കുന്നു. അതായത് നിങ്ങൾ രണ്ടുപേരും ഇനി ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു മുന്നോട്ടൊരു ബാലൻസിങ്, ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവുകയുള്ളൂ എന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കണമെന്ന് ഈ ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് കാണുന്നുണ്ട്. പരസ്പരം എല്ലാം തുറന്നു പറഞ്ഞ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം തുറന്നു പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസസ് ആണ് നമുക്ക് ഈ കാർഡ് റീഡിങ്ങിലൂടെ ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, യെസ്, പ്രിപ്പയറിങ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാം. ആ ഒരു മിറാക്കിൾ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൻ്റെ ആഴം അത്രമാത്രം
വലുതാണെന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ കാർഡ്സിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു മിറാക്കിൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേ ബി ഇപ്പോഴുള്ള ഈ ഒരു സാഡ് സിറ്റുവേഷൻ നിങ്ങൾ മറന്നു പോകും. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ അത് മറന്നു പോകുന്ന തരത്തിൽ നിങ്ങൾ മാറും. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു ചേഞ്ച് വരും. അത്രത്തോളം സന്തോഷം വരുമ്പോഴായിരിക്കണമല്ലോ നമ്മൾ ബാഡ് സിറ്റുവേഷൻസ് ഒക്കെ മറന്നു പോകുന്നത്. അപ്പം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മാറിയിട്ട് ഒരു ബെറ്ററായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒത്ത് വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഫ്യൂച്ചർ കാർഡ്സ് നോക്കുകയാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് ഫ്യൂച്ചർ കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ ഒരു കാർഡ് റീഡിങ്ങിലൂടെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡ് റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതിന് മുന്നായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ഒരുപോലെ റെക്കഗ്നൈറ്റ് ആകില്ല. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആണെങ്കിൽ മാത്രം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ വളരെയധികം പോസിറ്റീവ് എനർജി തോന്നുന്ന ഒരു റീഡിംഗ് ആയിരുന്നു ഇന്നത്തേത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കും അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി റീഡ് ചെയ്തപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏഞ്ചൽസിൻ്റെയും യൂണിവേഴ്സിൻ്റെയും ഒക്കെ ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.